ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചെറിയുള്ളി തക്കാളി കറി കേട്ടോ. ചെറിയുള്ളിയും തക്കാളിയും വെച്ചിട്ട് ഒരു അടിപൊളി ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണേ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയും വേണമെന്നില്ല, ഇതൊരൊറ്റ ഒരെണ്ണം മാത്രം മതി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടുക് എത്ര ഇട്ട് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/2 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു 10-20 ചെറിയുള്ളി ചെറുതായിട്ട് ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞത്, നിങ്ങൾക്ക് വട്ടത്തിലോ നീളത്തിലോ ഒക്കെ അരിഞ്ഞു കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിന് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവരോരോ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ചെറിയുള്ളിക്ക് പകരം സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ സവാള ആകുമ്പോൾ ഈ ചെറിയുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ചെറിയുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെറിയുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴന്ന് വരണ്ട, ഒരു കുറച്ചൊന്ന് വഴന്ന് വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയെല്ലാം ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എത്ര പേർക്കാണോ നമുക്ക് വിളമ്പാനുള്ളത് അതിനനുസരിച്ച് നമുക്ക് കൊച്ചുള്ളിയുടെയും തക്കാളിയുടെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ അധികം എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു 2-3 പേർക്കൊക്കെ നല്ലതുപോലെ കഴിക്കാനുള്ളത് ഈ ഒരു അളവിനുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉള്ളിയും തക്കാളിയും കൂടുതലെടുത്താൽ മാത്രം മതിയേ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കുമ്പോൾ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളെന്ന് പറയുമ്പോൾ നമ്മളിതിൽ അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല, അതായത് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ചോറിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ആണല്ലോ, നമുക്ക് ചപ്പാത്തി അങ്ങനെയുള്ളതൊന്നും അല്ല, അതുകൊണ്ട് തന്നെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ഇട്ടത്. അല്ല നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണ് ഇരിക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ആ തക്കാളിയിലും ഉള്ളിയിലും ഒക്കെ നമ്മളെ പൊടികൾ നന്നായിട്ടൊന്ന് പിടിക്കുകയും ചെയ്യും, ആ പച്ചമണം ഒന്ന് മാറി വരികയും ചെയ്യും കേട്ടോ. നമുക്ക് ഈ കറി ലൂസായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇല്ല നമുക്ക് കറി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുറുകിയ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു രീതിയിലാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ രീതിയിലാണ് ആക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊടികളെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് നമുക്ക് അതും തീ കുറച്ച് വെച്ചിട്ട് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വറ്റി അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോഴേക്കും നമ്മളെ കറി റെഡി ആയി കിട്ടും. ചൂട് ചോറിനൊപ്പോ അല്ല തണുത്ത ചോറായാലും കുഴപ്പമില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് ഇതും കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.